ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓറിയോ ബിസ്ക്കറ്റും ഉണ്ട്. സിമ്പിളായിട്ടൊരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ബിസ്ക്കറ്റിനെ എന്ത് ചെയ്യണം, ക്രീമും ബിസ്ക്കറ്റും വേർതിരിച്ചെടുക്കുക. മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. ആവശ്യത്തിന് പാലൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ക്രീമുണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ അകത്തിരുന്ന ക്രീമും കൂടെ ഇട്ട് നന്നായിട്ട് ആ ബാറ്ററിനെ ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ നല്ലോണം ബട്ടർ തടകുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ആ പേപ്പർ ഇല്ല, അതുകൊണ്ട് ബട്ടർ മാത്രമേ അതിൽ തേച്ചുള്ളൂ. അതിനുശേഷം വെള്ളത്തിൽ ഒരു വെയിറ്റ് പോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ കേക്കിൻ്റെ പാത്രവും കൂടെ വെച്ചു. ബാറ്റർ ഇരിക്കുന്ന പാത്രവും വെച്ച് നല്ലോണം മൂടി ഒരു വെയിറ്റും കൂടെ കൊടുത്തു. ശേഷം 25 മിനിറ്റിന് ശേഷം എന്ത് ചെയ്തു, കേക്ക് ഓക്കെ ആയോ എന്ന് നോക്കി. ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ, നമ്മുടെ പപ്പട കുത്തി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അത് ഓക്കെയാണ്, ഒട്ടിപ്പിടിച്ച് വരുന്നില്ല. അപ്പോൾ കേക്ക് പാകമായെന്ന് മനസ്സിലായി. കേക്കിനെ എടുത്തു. നല്ല സോഫ്റ്റായിട്ടിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിരുന്നു. കുറേ സമയം തണുക്കാൻ വെച്ചതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റി. എനിക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഡയറി മിൽക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറി മിൽക്ക് കൂടെ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഡയറി മിൽക്ക് ചെറുതെടുത്തിട്ട് പൊട്ടിച്ച് കുഞ്ഞു പീസാക്കി അതിനെ ഗ്യാസിൽ കാണിച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തു. അതിനുശേഷം ഇച്ചിരി പാലും കൂടെ ഒഴിച്ച ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ നല്ല ക്രീമാക്കി മാറ്റി. ആ ക്രീമാക്കി മാറ്റിയതിനെ ആ ചൂടോടെ തന്നെ ഞാൻ നമ്മുടെ കേക്കിലോട്ട് പകർന്നൊഴിച്ചു. ഈ കേക്ക് നല്ല ടേസ്റ്റിയാണ്. കാരണം ഓറിയോ ബിസ്ക്കറ്റിൻ്റെ രുചിയും നമ്മുടെ ചോക്ലേറ്റും എല്ലാം കൂടെ ചേരുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. സ്കൂളിൽ പോയിട്ട് കുഞ്ഞുമക്കൾ വരുമ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അവർക്ക് വലിയ സന്തോഷമാവും. വെറുതെ ഈ ചോക്ലേറ്റ് മാത്രം ഒഴിക്കുമ്പോൾ അത്ര ഭംഗി കിട്ടത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമെങ്കിലും ഒരു ലുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, 4-5 ബദാം എടുത്ത് നല്ലോണം ചെറുതായിട്ട് കീറിയിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റേതായിട്ടുള്ള കഴിവിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക, അതാകുമ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, 4-5 ബദാം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുത്തു. എന്നിട്ട് നേരെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ചേട്ടൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ മുറിക്കുന്നതല്ലേ അതൊരു സന്തോഷം. എന്തായാലും കേക്കിൻ്റെ റെസിപ്പി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു.